എന്തുകൊണ്ടാണ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി കൂടാൻ കാരണം? ഇത് വാങ്ങുന്നത് ലാഭകരമാണോ? ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ ഹൈ ആണ്. ഇതിന് കാരണം എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന മെഷീനുകൾ ഇമ്പോർട്ടഡ് ആയി എത്തുന്ന മെഷീൻ, അതേപോലെ ഇതിനുള്ള ഓരോ കൊളത്ത്, ഹുക്ക് ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ അധികം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഹുക്കുകളാണ്. ഇതിന് വളരെയധികം കോസ്റ്റാണ്. പിന്നെ രണ്ടാമത് എന്തെന്ന് കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഫിനിഷിംഗ് ആണ്. ഇപ്പം നമ്മൾ സാധാരണ 22 കാരറ്റിൽ വരുന്ന ആഭരണങ്ങൾ ഇതിൻ്റെ ഫിനിഷിങ്ങും 18 കാരറ്റിൻ്റെ ഫിനിഷിങ്ങും തമ്മിൽ നമ്മൾ നോക്കിയാൽ വളരെയധികം വ്യത്യാസം ഉണ്ട്. 18 കാരറ്റിൻ്റെ അതായത് വളരെ കൂടുതലാണ് ഇതിൻ്റെ ഫിനിഷിങ്. പിന്നെ 18 കാരറ്റിൽ വരുന്ന അധിക ആഭരണങ്ങളും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ്. 1 ഗ്രാമിൽ 2 ഗ്രാമിൽ 1 ഗ്രാമിന് താഴെ വരുന്ന ആഭരണങ്ങൾ വരെ 18 കാരറ്റിൽ അതായത് നെക്ലെസ് വരെ കിട്ടുന്നുണ്ട്. ഇത് 22 കാരറ്റിൽ കിട്ടുന്നില്ല. ഈ ലൈറ്റ് വെയിറ്റ് ആയി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റും വളരെ ഹൈ ആണ്. സാധാരണ 22 കാരറ്റ് ആഭരണം 1 വർഷമാണ് കാലാവധി എങ്കിൽ ഇതേ സമയം 18 കാരറ്റ് ആഭരണം നമുക്ക് ഏകദേശം 2, 3, 4 വർഷങ്ങളിൽ സുഖമായി ഉപയോഗിക്കാൻ കഴിയും. ഇതിനുള്ള കാരണം ഈ 18 കാരറ്റ് 22 കാരറ്റിനേക്കാളും ഉറപ്പ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പണിക്കൂലിയിൽ 18 കാരറ്റ് വാങ്ങുമ്പോൾ നമുക്ക് കൂടുതലായി എന്ത് ചെയ്യും, കാലാവധി ലഭിക്കും. അതുകൊണ്ട് തന്നെ 18 കാരറ്റ് ആഭരണം വാങ്ങുന്നത് കുറച്ച് പണിക്കൂലി കൊടുത്താലും നിങ്ങൾക്കതൊരു നഷ്ടമല്ല.